ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് പറയുന്നതിൻ്റെ കാരണം ഏതർത്ഥത്തിലാണ് നിങ്ങൾ പുരുഷഭക്തന്മാർ ചില ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ ഈ മേൽവസ്ത്രം ധരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത്? അതിനൊരൊറ്റ കാരണമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വളരെ ലോജിക്കലായ ചോദ്യമാണ്. അതും ഒരു സന്യാസ ശ്രേഷ്ഠൻ ഇത്തരം ലോജിക്കലായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പുരോഗമന സമൂഹം ആ ചോദ്യത്തെപ്പറ്റി ആലോചിക്കുകയാണ് വേണ്ടത്. എന്താണ് ആ ചോദ്യം ചോദിച്ചത്? എന്താണ് വസ്ത്രം മാറ്റിയാൽ കാണാൻ കഴിയുന്നത്? വസ്ത്രം മാറ്റിയാൽ ശരീരത്തിൽ ഒരൊറ്റ അടയാളമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അത് സാമൂഹികമായ ഒരു അടയാളമായിരുന്നു. അത് ജന്മം സിദ്ധമായിട്ട് കിട്ടുന്ന അടയാളവുമായിരുന്നില്ല. ആ സാമൂഹികമായ അടയാളം എന്ന് പറയുന്നത് പൂണൂലായിരുന്നു. അപ്പോൾ പൂണൂലുള്ള വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയണം. അതിനുവേണ്ടി നിങ്ങൾ ഉടുപ്പ് ഉരിയണം, ബനിയന് മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷർട്ട് മാത്രമല്ല, ബനിയന് മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരിടത്ത് എന്തുകൊണ്ടാണിതെന്ന് പറഞ്ഞപ്പോൾ ചില ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ചില ആളുകൾ പറഞ്ഞത് ചില ചക്രങ്ങൾ നെഞ്ചിനുള്ളിലുണ്ട്. സ്ത്രീകളുടെ ചക്രങ്ങൾ, ആദ്യചക്രമോ മറ്റോ, അത് നെറ്റിയിലാണുള്ളത്. എന്നാൽ പുരുഷന്മാരുടേത് അങ്ങനെയല്ല, നെഞ്ചിലാണുള്ളത് തുടങ്ങിയ വിദണ്ഡവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മേൽവസ്ത്രത്തിൻ്റെ കൗതുകകരമായ ഒരു കാര്യം? 1921 അന്ന് സ്വദേശാഭിമാനി എഴുതുന്നുണ്ട്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അന്ന് നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയുമായിരുന്നില്ല. ആ നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയാതിരുന്നതിനെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനി എഴുതുന്നുണ്ട്. 1859 രാജവിളംബരത്തിലൂടെ ചാന്നാർ കലാപത്തിന് ശേഷം വലിയ രീതിയിൽ ഈ മേൽമുണ്ട് ധരിക്കാൻ എല്ലാ സ്ത്രീകൾക്കും അനുവാദം കിട്ടുന്ന സാഹചര്യത്തിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നായർ സ്ത്രീകൾ മേൽമുണ്ട് മാറ്റണം. ഒരു ബ്രാഹ്മണ പുരുഷന്റെ കണ്ണിൽപ്പെട്ടാൽ ഈ സ്ത്രീകൾ മാറുമറയ്ക്കരുത് എന്ന് പറയുന്ന അത്യന്തം നീചമായ, ലജ്ജാകരമായ ഒരു അനാചാരം നിലവിലിരിക്കുന്ന ഒരു കാലമായിരുന്നു. ആ കാലത്ത് പറഞ്ഞല്ലോ, ഏകദേശം 1/2 നൂറ്റാണ്ട് കാലം രാജവിളംബരം വന്നിട്ട് പോലും സ്ത്രീകൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ മറയ്ക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ മറയ്ക്കാതിരുന്നു. കാര്യം അവർ വിശ്വസിച്ചിരുന്നത് ഇതൊരു വലിയ ആചാരമാണ്, അത് ദൈവകോപം ഉണ്ടാവും എന്നൊക്കെയാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സ്വദേശാഭിമാനി വളരെ വൃത്തിയായിട്ട് എഴുതുകയും അതുപോലെ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതേപോലെ ഒരു ചർച്ച ആ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായി അവിടുത്തെ ഉൽപ്പതിഷ്ണുക്കളായ പുരോഗമനവാദികളായ സ്ത്രീകൾക്കും അതേപോലെ നായർ സമുദായത്തിലെ അംഗങ്ങൾക്കും ഒക്കെ തോന്നി, ഇത് ശരിയാണല്ലോ, ഇത് ഞങ്ങൾ മാത്രം എന്തിനാണ് ഈ മറയ്ക്കാതിരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ ബ്രാഹ്മണ സ്ത്രീകളും മറയ്ക്കാൻ പാടില്ലെന്നുള്ളതായിരുന്നു. പിന്നീട് ബ്രാഹ്മണ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാമെന്ന നില വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാമെന്ന നില വന്നു. അത് തികച്ചും വ്യത്യസ്തമായ കോൺടാക്സിലാണ്. അത് പൂണൂല് നോക്കിയായിരുന്നില്ല. ഇപ്പോഴും യഥാർത്ഥത്തിൽ എല്ലാ ജാതി വിഭാഗത്തിലും പെട്ടവർക്ക് ഈ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാമെന്നിരിക്കെ ആ ജാതിയുടെ അടയാളമായ പൂണൂലിനെ അടയാളപ്പെടുത്തുന്ന ഒരു ആചാരം ഇപ്പോൾ തുടരേണ്ടതുണ്ടോ? അത് കാലഹരണപ്പെട്ടു പോയി. അതൊരു സാമൂഹികമായ ദുരാചാരമായിരുന്നു. ആ ദുരാചാരം കാലഹരണപ്പെട്ടിട്ടും അതിൻ്റെ സ്മാരകശിലകൾ എന്ന നിലയിൽ ഈ ബനിയനും ഷർട്ടും നിൽക്കുന്നു എന്നുള്ളത് അത്യന്തം അപലപനീയമായ ഒന്നാണ്. മണിക്കൂറുകളോളം ഒരു അമ്പലത്തിൻ്റെ പുറത്ത് ക്യൂ നിന്നിട്ട് വിയർത്തൊലിച്ച് ഈ ചൂടത്ത് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുമ്പോൾ വളരെ മാന്യമായി വൃത്തിയായി വസ്ത്രമൊക്കെ ധരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളെ അത് അലോസരപ്പെടുത്തും. അത് 2 വരികളാണ്, ചില ക്ഷേത്രങ്ങളിൽ 1 വരിയാണ്. പുരുഷനും സ്ത്രീയും ഒരേപോലെയാണ് പോകുന്നത്. അപ്പോൾ പല സ്ത്രീകളും തന്നെ പറയുന്നുണ്ട്, ഈ വിയർത്തൊട്ടി വരുന്ന ഭക്തരുടെ ശരീരത്തിലേക്ക് പോകുന്ന സമയത്ത്, മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സമയത്ത് അവർക്ക് ദർശനമൊന്നും കിട്ടിയാൽ മതി എന്നതുകൊണ്ട് കാത്തു നിൽക്കുന്നവരാണ്. അങ്ങനെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നവരെ സംബന്ധിച്ചും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ ഈ പല ക്ഷേത്രങ്ങളിലും ഈ വസ്ത്രം, ഉടുപ്പും ബനിയനും മാറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെ പോകാതിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരാളാണ് ഞാനും. അങ്ങനെ പോകാതിരിക്കുന്നത് കാര്യം അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളവിടെ വസ്ത്രവും ഇതൊക്കെ മാറ്റിയതിനു ശേഷം നിങ്ങൾ പോയി നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ അന്തസ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. ദൈവത്തിന് മുന്നിൽ നമ്മളെല്ലാവരും തുല്യരാണല്ലോ. അങ്ങനെ ഒരു ആശയമാണല്ലോ അംബേദ്കർ അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10 പേരോട് ചോദിച്ചു നോക്കൂ, അത് നിങ്ങൾ പുരുഷന്മാർ ഷർട്ടിട്ട് കയറുന്നതാണോ ഷർട്ടിടാതെ കയറുന്നതാണോ നല്ലത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പറയും ഉറപ്പായിട്ടും ഷർട്ടിട്ട് കയറുന്നതാണ് നല്ലത് എന്ന് സ്ത്രീകളടക്കമുള്ളവർ പറയും, പുരുഷന്മാർ തന്നെ പറയും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തരും പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് സ്ത്രീകൾ ശരീരം മറച്ചു വരികയും പുരുഷൻ ശരീരം മറയ്ക്കാതെ പോവുകയും ചെയ്തതുകൊണ്ട് 2 പ്രത്യേക ഊർജ്ജം 2 പ്രത്യേക തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ബാധിക്കും എന്നൊക്കെ പറയുന്നത് അത്യന്തം പരിഹാസപരമായിട്ടാണ് നമുക്ക് തോന്നുക. ശബരിമലയിൽ പോകുന്ന സമയത്ത് എനിക്ക് വളരെ താല്പര്യമുള്ളൊരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ ദർശനത്തിന് പോകുന്ന സമയത്ത് ട്രൗസർ ഇട്ട് വരുന്ന അയ്യപ്പമാരെ കണ്ടൂടെ? അവിടെ എന്താ പ്രശ്നം? അവിടെ ഈ ചക്രം പ്രവർത്തിക്കുന്നില്ലേ? അവിടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്ന കറുപ്പ് വസ്ത്രവും ഇഷ്ടമുള്ള വസ്ത്രവും, കറുപ്പ് വസ്ത്രമാണ് കൂടുതൽ ധരിക്കുന്നതെങ്കിൽ ഏത് വസ്ത്രവും ധരിച്ച് അവിടെ വരാം. പോലീസുകാരെ നിൽക്കുന്നത് മറ്റൊരു വേഷത്തിലാണ്.